ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പെയ്ത സ്നോഫോളിൻ്റെ ആ ഒരു കാഴ്ചകളും അതുപോലെ തന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ചെറിയൊരു ഹൈക്കിംഗ് പാത്തും. ഓൾറെഡി ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഹൈക്കിംഗ് പാത്തിനെ പറ്റി ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സൈക്കിളിലാണ് ഞാൻ പോയിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ എൻ്റെ ചാനലിലുള്ളതോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് കമൻസ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനത് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇവിടുന്ന് കുറച്ച് മഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്ത് ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ മുന്നിലെത്തിയേക്കാണ്. ഇത് കണ്ടോ, ഈ വഴി കുറച്ച് ആൾക്കാർ മുന്നേ പോയിട്ടുണ്ട്. കാൽപ്പാടുകൾ നമുക്ക് കാണാം. ഇത് സൈക്കിളിൻ്റെ ആണോ അതോ സ്കീയിങ്ങിൻ്റെ ആണോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് ഇതിനകത്തോട്ട് കയറിയാലോ എന്ന്, ചുമ്മാ ഒന്ന് കയറി നോക്കിയാലോ. കുറച്ച് ദൂരം ഹൈക്കിംഗ് അല്ലേ, പക്ഷെ എൻ്റെ ഈ വിൻ്റർ ഷൂവിൻ്റെ മൈ ഗോഡ്, തെന്നും നല്ല തെന്നല. എൻ്റെ പൊന്നു, ഫുള്ള് തെന്നിപ്പോവും. എൻ്റെ ട്രക്കിംഗ് ഷൂ ഇട്ടാൽ മതിയായിരുന്നു. ഈ സാധനത്തിന് ഗ്രിപ്പുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇത് കണ്ടോ, ഗ്രിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഗ്രിപ്പെല്ലാം മഞ്ഞ് കയറി അടഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് ഇത് കയറാൻ പറ്റാത്തത്, തെന്നിപ്പോകുന്നത്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ടോപ്പിൽ, അതായത് ഈ മലയുടെ ആ ടോപ്പിൽ അവിടെ ഒരു ഏറുമാടം പോലെ ഒരു ചെറിയൊരു വാച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് ജർമ്മനി വന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ അതിൻ്റെ മേളിൽ കയറിയ ആളാണ്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. അത് കഴിഞ്ഞ് കാണുന്ന ഓരോ കാഴ്ചകളും ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, -2 -3 എന്താണ് തണുപ്പുള്ളത്. ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ടുള്ള വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ എന്തെങ്കിലും പോരായ്മകൾ, എൻ്റെ സംസാരത്തിലുള്ള പോരായ്മകൾ, എൻ്റെ എഡിറ്റിങ്ങിലുള്ള പോരായ്മകൾ, എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി, എല്ലാത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ സജഷൻസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ആക്കണമെങ്കിലോ അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻസിലൂടെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. നമുക്ക് ഏതായാലും മുന്നോട്ട് തന്നെ പോകാം. മല കയറി എത്രത്തോളം പോകാൻ പറ്റും എന്നൊക്കെ ഒന്ന് ചുമ്മാ നോക്കാം. തിരിച്ചിറങ്ങാൻ പറ്റുന്നതിനെ പറ്റി എനിക്കറിയത്തില്ല ഗായ്സ്. ഒന്നാമത് തെന്നി പണ്ടാരടങ്ങി കിടക്കാന്നൊക്കെ പറയാം. മഴയും കൂടെ പെയ്തുകൊണ്ട് ഈ മഞ്ഞ് അലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്രിപ്പ് എനിക്ക് കിട്ടുന്നില്ല. കയറുമ്പം കിട്ടിയാലും ഇറങ്ങുമ്പം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. രസമുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ഞാൻ ഉരുണ്ട് കെട്ടി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഞാൻ സ്ലിപ്പാവുന്നുണ്ട്. കണ്ടോ, ഓരോ കാലടി വെക്കുമ്പോഴും സ്ലിപ്പാണ്. ഇവിടുന്ന് ആ താഴേന്ന് ഇവിടം വരെ കയറിയപ്പോൾ തന്നെ അതെ തെന്നിയാണ് ഞാൻ വന്ന് കയറി ഇവിടം വരെ. അതിൻ്റെ മേളിലോട്ട് ഞാനിപ്പം പോയി കയറിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ അലച്ച് തല്ലി താഴെ വീഴും. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും
നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞിട്ടുള്ള എൻ്റെ മോനെ ആ വ്യൂ കണ്ടോ നിങ്ങൾ? ഓ, ആ പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലെൻസിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വന്ന് വെള്ളം വീഴുന്നുണ്ട്, ഞാനത് തുടയ്ക്കുന്നുമുണ്ട്. പക്ഷേ ആ മനോഹരമായിട്ടുള്ള വ്യൂ കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നോ, ഹെവി ഐറ്റം. ആ മഴയുടെ ശബ്ദവും ഈ മനോഹരമായിട്ടുള്ള പൈൻ ഫോറസ്റ്റും മഞ്ഞ് വീണ് കിടക്കുന്ന ആ ഒരു ഞാൻ വീണ് എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? മഞ്ഞ് വീണ് കിടക്കുന്ന ആ സ്ഥലങ്ങളും ആ പൈൻ ഫോറസ്റ്റും, ഈ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു ഗൈസ്. ഏതായാലും ഇനി ഇവിടുന്ന് ഞാൻ എങ്ങനെ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം അവിടെയാണ് റോഡ് പോകുന്നത്. റോഡ് മീൻസ് ആ ചെറിയ മണ്ണിട്ട റോഡായിരുന്നു, ഇപ്പോൾ മഞ്ഞിട്ട റോഡെന്ന് പറയാം. ആ മഞ്ഞിട്ട റോഡിലേക്ക് എനിക്ക് ഇറങ്ങണം. അപ്പോൾ ഈ മഞ്ഞിട്ട വഴിയിൽ കൂടെ എനിക്ക് ഇറങ്ങണം. ഞാനിത് എങ്ങനെ ഇറങ്ങും? കണ്ടോ പോകുന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് ഒരു കമ്പെടുത്തു. സീന ഗൈസ്, ഇവിടുന്ന് ഒരു കമ്പെടുത്ത് കമ്പ് കുത്തി ഇറങ്ങാം. ഇതല്ലാത്ത മണ്ടത്തരമായിരുന്നു ഇവിടെ കയറിയത്. കാരണം ഓരോ കാലടി വെക്കുമ്പോഴും ഞാൻ തെന്നിപ്പോയത് കണ്ടോ, ഞാൻ വീഴാൻ പോയതാ. എൻ്റെ പൊന്നോ, മഞ്ഞ് വീണാലുവേ നല്ല വേദന എടുക്കും. സീന അവിടം വരെ പോകണം, താഴോട്ട് ഇറങ്ങണം. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് എൻ്റെ പൊന്നു, വിൻ്റർ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ഇത്ര സീനായിരിക്കും അതിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ. ആക്ച്വലി കുറച്ചും കൂടെ മഞ്ഞ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടിയാനെ. ഇത് മഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു കനത്തിലാണ് മഞ്ഞ് കിടക്കുന്നത്. അപ്പം അത് ഓൾറെഡി മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പം അത് രണ്ടും കൂടെ അലുത്തങ്ങ് തീർന്നിട്ടില്ല. മഞ്ഞ് കാണാം നമുക്ക്, പക്ഷെ എന്നാലും നോക്ക്, ഇത് ഒരുമാതിരി അലുത്ത് തുടങ്ങിയിട്ടുണ്ട്. അലുത്ത് തുടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ തെന്നുന്നത്. മഴയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമുക്ക് ചെറിയ ക്രിസ്മസ് ട്രീസ് കാണാം. അതിൻ്റെ ദേഹത്ത് അതിൻ്റെ ഇലയിലൊക്കെ വന്നിട്ട് എൻ്റെ ഈശോയെ തെന്നിപ്പോയി. എൻ്റെ കൈ വിൻ്ററിൽ ഇച്ചിരി സീനാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നമ്മൾ തെന്നും, നല്ലപോലെ തെന്നും. ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു എൻ്റെ ഷൂവിൻ്റെ അടിവശം മുഴുവൻ ഈ മഞ്ഞ് കയറി ഗ്രിപ്പെല്ലാം അടഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് തെന്നുന്നത്. ഞാൻ ഏതായാലും ക്രിസ്മസ് ട്രീ കാണിച്ചു തരാം. അത് കണ്ടോ? എൻ്റെ കൈ ഇടറി ഗൈസ്. നമുക്ക് ഏതായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഹൈക്കിങ് കണ്ടോ, ഞാൻ വടിയും ഒക്കെ കുത്തിപ്പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ഇനി ഇവിടുന്ന് ട്രക്കിംഗ് റൂട്ട് വരുന്നത് ഇടത്തോട്ടാണ്. ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അത് ഈ വഴിയാണ്. ആ സമ്മറിൽ എങ്ങനെയാണ് ഈ വഴിയെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ വിൻ്ററിലുള്ള ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഗ്രറ്റിമൂലയൊക്കെ പോയില്ലേ അന്ന്, ആ വഴി സൈക്കിളിൽ പോയില്ലേ, ആ വഴി നേരെ പോകുമ്പോഴാണ്. നേരെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ കുറച്ച് ദൂരം ഈ ഒരു മനോഹരമായിട്ടുള്ള വഴി കൂടെ ആ ക്രിസ്മസ് ട്രീസൊക്കെ അങ്ങ് നിൽക്കുന്ന നിപ്പുണ്ടോ, എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ. ഒരു വണ്ടർലാൻഡിലൊക്കെ നമ്മൾ വന്നെത്തിയ ആ ഒരു വൈബ് എനിക്ക്. നോക്കിക്കേ, ഈ ഒരു കാട് മുഴുവൻ ക്രിസ്മസ് ട്രീസാണ്.
മനോഹരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഇതേതായാലും ഞാൻ ഇച്ചിരി ഒന്ന് കയറി നിങ്ങളെ കാണിച്ചു തരാം. കുഴികൾ വല്ലതും ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ ഇത് കാണിക്കണം. ഈ ക്രിസ്മസ് ട്രീയുടെ പൊക്കത്ത് മഞ്ഞ് പെയ്ത് കിടക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ടോ, എന്തോരം ഉണ്ടെന്ന് നോക്കിക്കേ. കണ്ടോ, ഫുള്ള് ക്രിസ്മസ് ട്രീസ്. എന്ത് അടിപൊളിയാണ് ഗൈസ്. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ക്യാമറ പിന്നെയും വെള്ളം വീണോണ്ടിരിക്കുക. മഴയാ, തുടക്കട്ടെ. നോക്കിക്കേ, എൻ്റെ ദൈവമേ, നോക്ക് എന്ത് അടിപൊളി സ്ഥലമാണ്. നോക്ക് നിങ്ങള്, ആ ക്രിസ്മസ് ട്രീയിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്ന ആ വൈബ് കണ്ടോ, ആ ഭംഗി കണ്ടോ? അടിപൊളിയല്ലേ? നിങ്ങൾ നോക്ക്. വാവ്, ഒരു കുറച്ച് സണ്ണി ഒരു ഡേയും കൂടെ ആയിരുന്നെങ്കിൽ ഈ മഴയ്ക്ക് പകരം എൻ്റെ മോനെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി അപ്പുറത്തോടെ കറങ്ങി വന്നാലോ. വല്ല കുഴിയുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് കാണുമ്പോൾ എങ്ങനെയാ ഞാൻ ഇവിടെ കിടക്കാൻ പോവാ. ഞാൻ കിടക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള വ്യൂ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. പൊളിയല്ലേ? ഹെവി അല്ലേ? ഗായ്സ്, ഇന്നത്തെ ഈ ട്രക്കിങ്ങിൽ കാണുമ്പോൾ എല്ലായിടത്തും വെള്ളം പുതച്ച് കിടക്കുകയാണെങ്കിലും അതിനുമല്ലേ എന്തോ ഒരു ഭംഗി. ആ ഭംഗിയല്ലേ എല്ലാവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ എല്ലാവരും വിൻ്ററിന് വേണ്ടിയും മഞ്ഞിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നോക്ക് നിങ്ങൾ, എന്തോ ഒരു മാജിക്കില്ലേ ഈ മഞ്ഞിന്. ആ മഞ്ഞ് വന്ന് ഇതിൻ്റെയൊക്കെ ക്രിസ്മസ് ട്രീയുടെയും മരങ്ങളുടെയും മുകളിലൊക്കെ വന്ന് വീഴുമ്പോഴുള്ള ആ ഒരു ഭംഗി വേറൊരു ഭംഗിയല്ലേ. ആ ഒരു ഭംഗിയും അടിപൊളിയല്ലേ. അങ്ങനെ നോക്ക്, ഞാൻ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ നോക്ക്, എന്ത് അടിപൊളിയാന്ന് നോക്ക്. ആ ഒരു വഴി, അങ്ങോട്ടുള്ള ആ വഴി കിടക്കുന്നുണ്ടോ? ആ വഴിയിലേക്ക് മുന്നോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം എന്തോ അടിപൊളിയായിട്ടുള്ളൊരു, എനിക്ക് സത്യം പറഞ്ഞ ഗൈസ്, എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഇവിടം. ഇനി ഞാൻ ഇതിനെപ്പറ്റി ഓവറായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് പറ. ഈ സ്ഥലം അടിപൊളിയല്ലേ, മനോഹരമല്ലേ? കാര്യം എന്തേ, ഞാൻ ഇട്ടേക്കുന്ന 1, 2, 3 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, വിൻ്റർ ഷൂ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടാതെ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ ഏതായാലും ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. തിരിച്ച് ഞാൻ നടക്കുകയാണ്. അവിടെ എവിടെയോ ഞാൻ എൻ്റെ വടി വെച്ചിട്ടുണ്ട്. ആ സാധനം വേണം, അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. കുത്തി നടക്കുമ്പം നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ ഇച്ചിരി ടാസ്ക്കാണ്. ഞാൻ ക്യാമറയെ നോക്കി നടക്കാത്തത്, തറയെ നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ തറ കിടക്കും. അതുകൊണ്ടാണ്. നിങ്ങളേതായാലും കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഇത് ഞാൻ നടന്നു വന്ന വഴിയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ട്രക്കിംഗ് റൂട്ട് ആ ഭാഗത്തോട്ടാണ്, റൈറ്റ് സൈഡിലോട്ടാണ്. ഞാൻ ഈ വഴി ചുമ്മാ ഒന്ന് കയറിയതാണ്. കാരണം എന്തോ ഒരു ഭംഗി ഈ വഴിക്ക് മറ്റേ വഴിയെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയൊരു വിൻ്റർ സ്നോ ഹൈക്കിങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാനത് ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതോ നിങ്ങൾക്ക് ഈ വെള്ളമെല്ലാം കണ്ടിട്ട് ബോറടിച്ചോ എന്ന് എനിക്കറിയത്തില്ല.
എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ എന്തെങ്കിലും മാറ്റങ്ങളോ ഇമ്പ്രൂവ്മെൻറ്റോ എന്തെങ്കിലും വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയത്തുള്ളൂ. അതെല്ലാം എനിക്കൊരു മോട്ടിവേഷനായിട്ട് മുന്നോട്ടേക്ക് നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ അതെല്ലാം കാണുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ബൈ ബൈ.